നല്ല രുചിയുള്ളൊരു ആലു പൊറോട്ട എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആലു പൊറോട്ട പിക്കിളിൻ്റെ കൂടെയും നല്ല സെറ്റ് കേർഡിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്. ഈ ആലു പൊറോട്ട റെഡിയാക്കാനായിട്ട് ഇവിടെ നമ്മൾ 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1-1.25 ഗ്ലാസോ വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഗോതമ്പ് പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്, അതുകൊണ്ട് നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസാവണം, ഭയങ്കരമായിട്ട് ലൂസായി പോകാൻ പാടില്ല. ഇങ്ങനെ കുഴച്ച ചപ്പാത്തി മാവിൻ്റെ മുകളിൽ അല്പം എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂറോളം അവിടെ സൈഡിൽ വെക്കുക. ഇവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിനി ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതും കൂടി സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു 5-6 വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 12 ചുവന്നുള്ളി, 3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ: കസൂരിമേത്തി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂണുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് വേണം, അതും എടുത്ത് വയ്ക്കുക. ഇനി ഒരു ചോപ്പർ എടുത്ത് അതിലോട്ട് ആദ്യം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, എടുത്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടി നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം വഴറ്റണം, അതായത് ഏകദേശം ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയൊക്കെ തുടങ്ങും. ആ സമയത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികളും കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ മാഷ് ചെയ്ത പൊട്ടറ്റോ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് ആ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എരിവ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് എരിവ് അഡ്ജസ്റ്റ് ചെയ്യുക. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഉടച്ചു കൊടുത്തതാണ്. ഇതിനി കുറച്ച് നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോളുകളാക്കി സൈഡിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ആയി, പാകത്തിനായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിലോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് അത് കയ്യിൽ വെച്ചിങ്ങനെ ചെറിയൊരു വട്ടത്തിൽ പരത്തി വയ്ക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഈ പൊട്ടറ്റോയുടെ ബോള് നടുക്കോട്ട് വെച്ച് അത് കവർ ചെയ്യുക. ഈ ഡൗ വെച്ചിട്ട് സൈഡിൽ എല്ലാം ഒട്ടിച്ചു കൊടുത്ത് നമുക്കിതൊരു ബോളാക്കി എടുത്ത് വയ്ക്കാം. ഇങ്ങനെ ഓരോ ബോളുകളും റെഡിയാക്കി എടുക്കുക. ഇത് ഒരു എണ്ണ തടവിയ പ്ലേറ്റിലോട്ട് വേണം നിരത്തി വെക്കാൻ, അല്ലെങ്കിൽ ഈ പ്ലേറ്റിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഓരോ ബോളുകളും ഫില്ലിങ് വെച്ച് റെഡിയാക്കുക. ഈ ആലു പൊറോട്ടയുടെ ഫില്ലിങ് നല്ലൊരു ഫില്ലിംഗ് ആണ്. കാരണം ഇതിനകത്ത് ഈ കസൂരി മെത്തിയും ജീരകവും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ ഫില്ലിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ ഫില്ലിംഗ് ഒക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഈ ചപ്പാത്തിയുടെ മാവ് മാത്രം റെഡിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആലു പൊറോട്ട റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ടിഫിനായിട്ട് പോലും ഇത് കൊടുത്തുവിടാൻ പറ്റും. അല്പം പൊടി വെതറിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ബോൾ വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പ്രസ് ചെയ്തിങ്ങനെ പരത്താൻ പാടില്ല, കാരണം ഈ ഫില്ലിങ് പൊട്ടി പുറത്തോട്ട് വരാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ പരത്തുമ്പോൾ
ആ ബോൾ ഫില്ലിങ് വെച്ച് ഒട്ടിച്ച ഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് ആദ്യമേ പരത്തി തുടങ്ങുക. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പരത്തിയെടുക്കുക. കുറേ വട്ടത്തിൽ കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല, ചെറിയൊരു കനം ഉണ്ടായിക്കോട്ടെ. ചപ്പാത്തി പരത്തുന്ന പോലെ അത്ര നേരിയതായിട്ട് പരത്തണ്ട. ഇതിനി ചൂടാക്കി ഒരു തവയിലോട്ട് ഇട്ട് നമുക്ക് അല്പം നെയ്യോ ഓയിലോ പുരട്ടി ഇതിങ്ങോട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പം നല്ലപോലെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ കൂടുതൽ നല്ലത്. എല്ലാം ഒന്നും അങ്ങനെ പൊങ്ങി വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ പൊങ്ങി വന്നില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് പൊങ്ങി വന്നില്ലെങ്കിലും. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കട്ട തൈരും കൂട്ടി കഴിക്കുക. പിക്കിളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ആലു പൊറോട്ട അല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വിഭവമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക്